ഇടുക്കിയിൽ ഓൺലൈൻ ട്രേഡിംഗിലൂടെ 2.25 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ പ്രതി അറസ്റ്റിൽ. എറണാകുളം ആലുവ സ്വദേശി ബിനോയിയാണ് അറസ്റ്റിലായത്. ആൽവിൻ തോമസ് ഉണ്ട് ഇടുക്കിയിൽ നിന്നും. ആൽവിൻ, ഈ ഓൺലൈൻ തട്ടിപ്പുകൾ അത് വളരെ വ്യാപകമാവുകയാണ്. ഇത് 2.25 കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത്. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? ഒരാളിൽ നിന്ന് മാത്രമാണ് ഇത്രത്തോളം വലിയ തുകയുടെ തട്ടിപ്പ് നടന്നിട്ടുള്ളത്. കുമളി ചക്കുവള്ളം സ്വദേശിയായ ആളിൽ നിന്ന് 2.25 കോടി രൂപയുടെ ഓൺലൈൻ ട്രേഡിംഗിലൂടെ വരുമാനമുണ്ടാക്കി നൽകാമെന്ന് പറഞ്ഞുള്ള തട്ടിപ്പാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ അറസ്റ്റിലായിട്ടുള്ളത് എറണാകുളം ആലുവ സ്വദേശി ആയില്യം വീട്ടിൽ TM ബിനോയ് എന്ന ആളാണ്. ഇയാളെ സൈബർ ക്രൈം പോലീസാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇടുക്കി സൈബർ ക്രൈം പോലീസാണ് ഈ കേസ് അന്വേഷിച്ചത്. ഈ കുമളി ചക്കുവള്ളം സ്വദേശിയായ ആൾ ഇയാളോടുമായി ഓൺലൈൻ ട്രേഡിംഗ് ആപ്പ് ട്രേഡിംഗുമായി ബന്ധപ്പെടാമെന്ന് പറയുകയും, പക്ഷേ പല അക്കൗണ്ടുകളിലേക്ക് ഈ അറസ്റ്റിലായ ബിനോയ് 2.25 കോടി രൂപ വാങ്ങുകയും അത് ട്രേഡിംഗിലൂടെ മികച്ച ലാഭം ഉണ്ടാക്കി തരാമെന്ന് വിശ്വസിപ്പിച്ചാണ് ഈ ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. ഇടുക്കിയുടെ സൈബർ ക്രൈം പോലീസാണ് ഈ അന്വേഷണം നടത്തിയത്. ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരമൊരു അന്വേഷണം നടന്നത്. ഈ പരാതി പോലീസിന് മുമ്പിൽ നേരത്തെ വന്നിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ടാണ് ഇത്രത്തോളം പണം ഈ ചക്കുവള്ളം സ്വദേശിയിൽ നിന്ന് ഇയാൾ തട്ടിയത്. വിവിധ അക്കൗണ്ടുകളിലേക്ക് ഇയാൾ പണം മാറ്റുകയായിരുന്നു. ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉൾപ്പെടെ പോലീസ് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഇപ്പോൾ ഈ തട്ടിപ്പ് പുറത്തു വന്നിട്ടുള്ളത്. 2.25 കോടി രൂപയാണ് കുമളി ചക്കുവള്ളം സ്വദേശിയിൽ നിന്ന് നഷ്ടമായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. ആലുവ സ്വദേശി ആയില്യം വീട്ടിൽ TM ബിനോയ് എന്നയാളെയാണ് പോലീസ് ഇടുക്കി സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആരുണ്യ. ആൽവിൻ, ഇത് 1-2 രൂപയോ ലക്ഷമോ ഒന്നുമല്ല, 2.25 കോടി രൂപയുടെ തട്ടിപ്പാണ്. ഇപ്പോൾ ഇയാൾ ഒറ്റയ്ക്കാണോ ഈ തട്ടിപ്പ് നടത്തിയത്? അതുമായി ബന്ധപ്പെട്ട് പോലീസ് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ? ആ പരാതിയെ തുടർന്നുള്ള അന്വേഷണമാണ് പോലീസ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നടത്തിയത്. കുറച്ചേറെ നാളുകളായി, ഏതാണ്ട് 2 മാസം 3 മാസത്തോളം കാലത്തോളം ഈ പോലീസ് ഇയാളുടെ കാര്യങ്ങൾ അന്വേഷിച്ച് പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് 6 മാസം കൊണ്ടാണ് ഈ ചക്കുവള്ളം സ്വദേശിയുടെ പക്കൽ നിന്നും പണം ഇയാൾ തട്ടിയെടുത്തത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇയാൾ പലതവണയായി പല അക്കൗണ്ടുകളിലേക്ക് ചക്കുവള്ളം സ്വദേശിയായ ആൾ പണം നൽകി ബിനോയ് അത് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് പല അക്കൗണ്ടുകളിലേക്ക് ഈ ചക്കുവള്ളം സ്വദേശിയായ ആൾ, തട്ടിപ്പിനിരയായ ആൾ പണം നൽകിയത്. അത് വലിയ മികച്ച ലാഭം ഈ ഓൺലൈൻ ട്രേഡിംഗിലൂടെ ഉണ്ടാക്കി തരാം എന്നുള്ള ഒരു വാഗ്ദാനമാണ് ഇയാൾ നൽകിയത്. അത്തരത്തിലാണ് തട്ടിപ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ പണം വരാതെ വരികയും പണത്തിൽ നൽകിയ പണം നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് ഈ ചക്കുവള്ളം സ്വദേശിയായ ആൾ പോലീസിൽ പരാതിപ്പെടുന്നത്. ഇതേ തുടർന്നാണ് SP-യുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചത്. ഇടുക്കി സൈബർ ക്രൈം പോലീസാണ് ഈ കേസ് അന്വേഷിച്ചത്. അങ്ങനെയാണ് ഇയാളിലേക്ക് എത്തുന്നതും. ഇയാളുടെ വിവരങ്ങൾ, വിശദമായ ബാങ്ക് അക്കൗണ്ട് അടക്കമുള്ള വിവരങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇത്രയും വലിയ തട്ടിപ്പ്, 2.25 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുള്ളതായി പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇയാൾ തന്നെയാണ്, ഒറ്റയ്ക്കാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോഴും പോലീസിന് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇയാളുടെ പിന്നിൽ മറ്റാരും ഇല്ല എന്ന് തന്നെയാണ് പോലീസ് ഈ ഘട്ടത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ശരി, ആൽവിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിലാണ് 2.25 കോടി രൂപയുടെ ഓൺലൈൻ തട്ടിപ്പ് നടത്തിയ പ്രതി അറസ്റ്റിലായിരിക്കുന്നത്.